Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തു തൗബയിലെ 83-ാമത്തെ സൂക്തമാണ് ഇൻഷാല്ലാഹ് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل لن تخرجوا معي أبدا ولن تقاتلوا معي عدوا إنكم رضيتم بالقعود أول مرة فاقعدوا مع الخالفين فإن رجعك الله ഇനി അള്ളാഹു താങ്കളെ തിരിച്ചെത്തിച്ചാൽ ഇലാ ത്വാഇഫത്തിൻ മിൻഹും അവരിലെ ഒരു കൂട്ടരിലേക്ക്, ഒരു വിഭാഗത്തിലേക്ക്, ഫസ്തഅ്ദനൂക എന്നിട്ട് അവർ താങ്കളോട് സമ്മതം ചോദിക്കുകയും ചെയ്താൽ ലിൽ ഖുറൂജി പുറപ്പെടാൻ, ഇനി മറ്റൊരവസരത്തിൽ യുദ്ധമുണ്ടാകുമ്പോൾ അതിന് പുറപ്പെടാൻ അവർ സമ്മതം ചോദിക്കുകയും ചെയ്താൽ ഫഖുൽ അപ്പോൾ താങ്കൾ അവരോട് പറയേണ്ടത് ലൻ തഖ്റുജു മഅയ അബദ നിങ്ങൾ ഇനി ഒരിക്കലും എൻ്റെ കൂടെ വരേണ്ട. ഫഖുൽ താങ്കൾ പറയണം ലൻ തഖ്റുജു നിങ്ങൾ പുറപ്പെട്ട് വരേണ്ടതില്ല മഅയ എൻ്റെ കൂടെ അബദൻ ഒരിക്കലും. വലൻ തുഖാത്തിലു നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതുമില്ല മഅയ എൻ്റെ കൂടെ അദുവൻ ശത്രുക്കളോട്. ഇന്നക്കും കാരണം എന്താ? ഇന്നക്കും നിങ്ങൾ തീർച്ചയായും നിങ്ങൾ റദീത്തും നിങ്ങൾ തൃപ്തിപ്പെട്ടു ബിൽ ഖുഊദി ഇരുത്തത്തിൽ നിഷ്ക്രിയരായിരിക്കുന്നതിൽ അവ്വല മറ ആദ്യത്തെ പ്രാവശ്യം. ഫഖ്ഉദു അതുകൊണ്ട് നിങ്ങൾ ഇരുന്ന് കൊള്ളുക മഅൽ ഖാലിഫീൻ പിന്നിൽ നിൽക്കുന്നവരുടെ കൂടെ, പിന്നിൽ നിൽക്കുന്നവരുടെ കൂടെ. ഒന്നുകൂടെ അർത്ഥം പറയാം. ഫഇൻ റജഅക അല്ലാഹു അല്ലാഹു താങ്കളെ മടക്കി എത്തിച്ചാൽ ഇലാ ത്വാഇഫത്തി മിൻഹും അവരിലെ ഒരു കൂട്ടരിലേക്ക്, ഫസ്തഅ്ദനൂക എന്നിട്ട് അവർ താങ്കളോട് സമ്മതം ചോദിക്കുകയും ചെയ്താൽ ലിൽ ഖുറൂജി പുറപ്പെടുന്നതിന്, ഫഖുൽ അങ്ങ് പറയണം ലൻ തഖ്റുജു മഅയ അബദൻ നിങ്ങൾ ഒരിക്കലും എൻ്റെ കൂടെ പുറപ്പെടേണ്ടതില്ല. വലൻ തുഖാത്തിലു മഅയ അദുവ എൻ്റെ കൂടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യേണ്ടതുമില്ല. ഇന്നക്കും റളീതും ബിൽ ഖുഊദി നിങ്ങൾ ഇരിക്കുന്നതിൽ തൃപ്തിപ്പെട്ടവരാണ് അവ്വല മറത്തിൻ ആദ്യത്തെ പ്രാവശ്യം. ഫഖ്ഉദു അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഇരിക്കുക മഅൽ ഖാലിഫീൻ പിന്തി നിൽക്കുന്നവരുടെ കൂടെ, പിന്നോക്കം നിൽക്കുന്നവരുടെ കൂടെ, യുദ്ധത്തിന് വരാത്തവരുടെ കൂടെ നിർത്തും. അർത്ഥം പറയുമ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇവരൊക്കെ വിചാരിച്ചിരുന്നത്, മുനാഫിഖീങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഈ റോമക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടാൻ പോക്ക് നല്ലതിനല്ല. മിക്കവാറും മുഹമ്മദ് അവിടെ കൊല്ലപ്പെടും, തിരിച്ചു വരലുണ്ടാവില്ല എന്നതായിരുന്നു അവരുടെ ഉള്ളിലിരിപ്പ്. അത് അവരുടെ ഒരു നമ്മൾ പറയില്ലേ പൂതി പറയാറിയില്ലേ, ഒരു പൂതി പറഞ്ഞതാ അല്ലെങ്കിൽ പൂതി കരുതിയതാ. അങ്ങനെ അവർ കൊതിച്ചു. അവർ നിസ്കരിക്കാൻ റസൂലിൻ്റെ കൂടെ ഉണ്ടാവും, പള്ളിക്ക് ഖുർആൻ ക്ലാസ്സിനൊക്കെ വന്നിരിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ. പക്ഷെ വലിയ ഭക്തരായിട്ട് അഭിനയിക്കും. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ അള്ളാഹുവിനോടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ ഇസ്ലാമിനോടോ ഒരു കൂറുമില്ല, ഒരു താല്പര്യമില്ല. എന്താ കാരണം? എന്താണ്? അവരുടെ ഭൗതിക താല്പര്യത്തിനെതിരാണ് പ്രവാചകൻ എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അവർ വലിയ സമ്പന്നരാണ്, അതിന് സത്യസന്ധതയും ധർമ്മങ്ങളൊന്നും അവർ ചിന്തിക്കൂല. അവർക്ക് പണം ഉണ്ടാക്കണം. ഇപ്പം യുദ്ധത്തിന് പോകണമെങ്കിൽ പണം ചെലവാക്കണം, അതുവർക്ക് മടിയ. പിശുക്കും നിഫാക്കും തമ്മിലുള്ള ബന്ധമാണത്. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, അതും അവർക്ക് ഇഷ്ടമല്ല. സ്വതക്ക കൊടുക്കാൻ പറഞ്ഞു, അതും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ഇസ്ലാം എതിരാകുന്നു എന്നത് അവർ തെറ്റിദ്ധരിച്ചു. ആയതിനാൽ അവർ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നതോടുകൂടിയിട്ട് മദീന എന്ന് പറയുന്ന രാജ്യം പുറം ലോകത്ത് അറിയപ്പെടുകയാണ് ചെയ്തത്. അവരുടെ കച്ചവടത്തിന് ഒരുപാട് ഗുണം ലഭിക്കുകയാണ് ചെയ്തത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ലഭിക്കുന്ന യുദ്ധമുതലുകൾ, സക്കാത്ത്, സദഖകളൊക്കെ ആളുകളിൽ വിതരണം ചെയ്യാണ് ചെയ്യുന്നത്. ആളുകൾക്ക് ഒരുപാട് ഗുണമല്ലാതെ തരിമ്പും ദോഷം ഉണ്ടായിട്ടില്ല. പക്ഷെ മുനാഫിക്കീങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റണില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ മാറി നിന്നു. അപ്പോൾ ഓല് വിചാരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതോടുകൂടി തീർന്നു, ഇനി മടങ്ങി വരില്ല, അവരുടെ ആ ധൈര്യമൊക്കെ ചോരും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അള്ളാഹ് പറയണത് എന്താ? ഇനി അങ്ങ് അവിടെ പോയി ഇവരുടെ അടുത്തേക്ക് തന്നെ മടങ്ങി വരുമല്ലോ, അള്ളാഹു തീരുമാനിച്ചിരിക്കണം അങ്ങനെ മടങ്ങി വരണം എന്ന്. അതാണ് ഫഇർ റജഅക അല്ലാഹു, അള്ളാഹു താങ്കളെ മടക്കിയാൽ എന്നാ. അള്ളാഹുവാണ് കാരണക്കാരൻ, ഇതിന് പുറപ്പെടുവിക്കുന്നതും അള്ളാഹുവാണ്. അവിടെ യഥാർത്ഥത്തിൽ റോമക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല. ഇവർ വരുന്നെന്നറിഞ്ഞപ്പോഴേക്ക് റോമയുടെ പുറത്ത് വന്ന് തമ്പടിച്ചിരുന്നവർ അവരവരുടെ കോട്ടക്കുള്ളിലേക്ക് പിന്മാറി. കോട്ട നമുക്കറിയാലോ, അതിൻ്റെ ഉള്ളിലാണ് അവരുടെ താമസം, ചുറ്റുപാടും മതിൽക്കെട്ട്, അതിൻ്റെ ഉള്ളിലേക്ക് പിന്മാറി. അവരങ്ങനെ പിന്മാറിപ്പോയ സ്ഥിതിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആക്രമിക്കാനായിട്ട് തുനിഞ്ഞതുമില്ല, തിരിച്ചു പോരുക. അപ്പോൾ അല്ലാഹു തആല ചെയ്തു കൊടുത്ത വലിയൊരു സൗകര്യമാണ്. റോമക്കാർ നല്ല സൈന്യം തന്നെയാണ്, പക്ഷെ 600-700 കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ എത്തുമ്പോൾ മുസ്ലിമീങ്ങളുടെ ശാരീരികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നടന്നൊക്കെ വരുന്നത് പല ആൾക്കാരും, അതുകൊണ്ടല്ലേ ഒരു മാസമൊക്കെ പിടിക്കും അവിടെ എത്താനെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ തിരിച്ചു വരൂല എന്ന് വിചാരിച്ച മുനാഫിഖീങ്ങളുടെ അടുത്തേക്ക് അള്ളാഹ് താങ്കളെ തിരിച്ചെത്തിച്ചാൽ അവർ ഇലാ ത്വായിഫത്തി മിൻഹും, അവരിൽ എല്ലാവരും ഇല്ല, ചിലവരൊക്കെ തൗബ ചെയ്ത് മടങ്ങി. അവരിലെ ഒരു സംഘം ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവരിലേക്ക് താങ്കൾ മടങ്ങി, താങ്കളെ അള്ളാഹു മടക്കി എത്തിച്ചാൽ ഫസ്തഇദനുക, അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഇസ്തിഗ്ദാൻ, ഇതിനാണ് സമ്മതം, സമ്മതിച്ചു എന്ന. ഇസ്തിഗ്ദാന സമ്മതം ചോദിച്ചു എന്ന. എന്നിട്ട് അങ്ങയോട് അവർ സമ്മതം ചോദിക്കും, ലിൽ ഖുറൂജി, പുറപ്പെടാൻ. എന്തിന്? ഇനിയൊരു യുദ്ധമോ ഇതുപോലെയുള്ള യുദ്ധയാത്രയോ ഒക്കെ ഉണ്ടായാൽ അതിൽ ഞങ്ങളും ഉണ്ടാകട്ടെ എന്ന് അങ്ങയോട് സമ്മതം ചോദിച്ചുകൊണ്ട് അവർ വന്നാൽ ഫഖുൽ, അപ്പം താങ്കൾ അവരോട് പറയണം, ലൻ തഖ്റുജു മഅയ അബദൻ, എൻ്റെ കൂടെ നിങ്ങൾ വരണ്ട. അതൊരു വലിയ തിരിച്ചടിയാണ് അവർക്ക്, അതൊരു വലിയ തിരിച്ചടിയാണ്. നേരത്തെ അവർക്ക് സൗകര്യം ഉണ്ടായിട്ട് പോകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവർ അത് വലിയ ഒരു സാമർഥ്യമായി, ഞങ്ങൾ ഈ നാട്ടിലെ പ്രമാണിമാരും പ്രമുഖരും സമ്പന്നരുമായിട്ട് ഞങ്ങൾ യുദ്ധത്തിന് പോകാതെ മാറി നിന്നു എന്നുള്ളത് വലിയൊരു സാമർഥ്യമായി കണ്ടിരുന്ന അവരെ പിന്നീട് ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വരേണ്ടതില്ല എന്ന മറുപടി യഥാർത്ഥത്തിൽ അവരെ പറ്റ തരം താഴ്ത്തുകയാണ് ചെയ്തത്. അതാണ് ഫഖുൽ, അങ്ങ് പറയണം, ലൻ തഖ്റുജു മഅി അബദ, നിങ്ങൾ എൻ്റെ കൂടെ പുറപ്പെടണ്ട. വലൻ തുഖാതിലു മഅി അദുവ, എൻ്റെ കൂടെ ശത്രുക്കളോട് പൊരുതേണ്ടതുമില്ല. നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ ഹാജരും ഇനി വേണ്ട. നിങ്ങൾ ഈ കഴിഞ്ഞ കേട്ടോ. പിന്നെ ഇന്നക്കും റളീത്തും ബിൽ ഖുഊദ്, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ ചെയ്തത്? റളീത്തും, ഇഷ്ടപ്പെട്ടു, പൊരുത്തപ്പെട്ടു, ബിൽ ഖുഊദ്, ഇരിക്കാൻ. എങ്ങനെ ഇരിക്കാൻ? എന്താ? നമ്മളെ ശാരീരികമായിട്ടുള്ള ഇരിപ്പല്ലല്ലോ അത്. നിഷ്ക്രിയരായി യുദ്ധത്തിന് പുറപ്പെടാതെ അലസത കാണിച്ച് മാറി നിന്നു, അതാണ് ഖുഊദ്. നിങ്ങൾ ഇരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അവലമറ, ആദ്യത്തെ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു ഏറ്റവും ആവശ്യങ്ങൾ, അപ്പം നിങ്ങൾ വന്നില്ല, നിങ്ങൾ വരണ്ട. അതൊരു വല്ലാത്ത സംഗതിയാണ്. നമ്മൾ ഏതൊരു സംഗതിക്കും അങ്ങനെ ആ തരത്തിൽ നിലപാട് സ്വീകരിച്ചാൽ അതിനിരകളായവർ യഥാർത്ഥത്തിൽ വഷളാവുകയാണ് ചെയ്യുന്നത്. ആദ്യം അവർ റസൂലുള്ളാഹിനെ വഷളാക്കാൻ നോക്കി. ഇപ്പം അവർ അത്രയും ആയിരക്കണക്കിന് മുസ്ലിം യോദ്ധാക്കൾക്കിടയിൽ വഷളാക്കപ്പെടുക. നിങ്ങൾ വരണ്ട, നിങ്ങൾ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഫഖുഉദു, അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുക, നിഷ്ക്രിയരായി തന്നെ ഇരുന്നു, നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ സുഖലോലുപരായിട്ട് കഴിഞ്ഞുള്ള. മഅൽ ഖാലിഫീൻ, ആരാണ് ഈ ഖാലിഫ്? നേരത്തെ മുഖല്ലഫ് പറഞ്ഞല്ലോ, ഫരിഹൽ മുഖല്ലഫൂൻ, 81-ാമത്തെ ആയത്ത് തുടങ്ങിയത് അങ്ങനെയല്ലേ. മുഖല്ലഫും ഖാലിഫും തമ്മിലുള്ള വ്യത്യാസം എന്താ? മുഖല്ലഫ് എന്ന് പറഞ്ഞാൽ കഴിവും സാമർഥ്യവും യുദ്ധത്തിന് പോകേണ്ട ആവശ്യകതയും അനിവാര്യതയും ഉണ്ടായിട്ട് പോകേണ്ട ആൾക്കാർ അതിൽ നിന്ന് വിട്ടുനിന്നവരാണ് മുഖല്ലഫ്. ബോധപൂർവം വിട്ടുനിന്നവരാണ് മുഖല്ലഫ്, പിന്തിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞു. ഇവിടെ ഖാലിഫീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യുദ്ധത്തിന് പോകേണ്ടതില്ലാത്ത രോഗികൾ, കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവർ. ഇവർക്ക് യുദ്ധത്തിന് നിർബന്ധമില്ലല്ലോ. യുദ്ധാഹ്വാനം പൊതുവായിട്ടുണ്ടായ യുദ്ധത്തിന് ആരോഗ്യമുള്ള പ്രായ സൗകര്യമൊക്കെയുള്ള ആൾക്കാരാണ് യുദ്ധത്തിന് ആവശ്യം.
യുദ്ധം നിർബന്ധമില്ലാത്തത് ആരൊക്കെ? സ്ത്രീകൾക്ക്. അവർ യുദ്ധത്തിന് പങ്കെടുക്കേണ്ടതില്ല, അവർക്ക് ശുശ്രൂഷിക്കാനൊക്കെ പോകാം. പിന്നെ കുട്ടികൾ, രോഗികൾ, പ്രായമുള്ളവർ, ഇവർക്ക് ഇളവുണ്ടല്ലോ, എല്ലാറ്റിനും ഇളവുണ്ടല്ലോ. അതാണ് ഖാലിഫ്. ഓല കൂടി ഇരുന്നോളി പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആ പെണ്ണുങ്ങളെയും കുട്ടികളെയും രോഗികളെയും കൂടെ കഴിയാൻ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ അതിനെ പറ്റുള്ളൂ. ആണുങ്ങളെ മാതിരി പൊരുതാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? നിങ്ങൾ മുമ്പ് ഇരുന്ന ഭാഷ, നിങ്ങളും അലസത കാണിച്ചവരാണ്, പിന്തി നിന്നവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറയണം. അഥവാ നിങ്ങൾക്ക് ഇനി ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള സ്ഥാനം ഉണ്ടാകുന്നതല്ല എന്നാണ്. ആ തബൂക്ക് യുദ്ധാനന്തരമാണ് മുനാഫിഖീങ്ങളെ വേറിട്ട് കാണുന്നതും അവർ നിർമ്മിച്ച പള്ളി തീ കൊടുക്കുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി വരും. മസ്ജിദുൽ ഇറാർ എന്ന് പറഞ്ഞിട്ട്. ശരി, ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നിർത്താം. ഫഇൻ റജഅക അല്ലാഹു, റജഅന മടങ്ങി, റുജൂഅ് മടക്കം. താങ്കളെ അള്ളാഹു മടക്കിയാൽ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. താങ്കളെ അള്ളാഹു മടക്കിയാൽ ഇലാ ത്വായിഫത്തി മിൻഹും, അവരിലെ ഒരു കൂട്ടത്തിലേക്ക്, അവരുടെ കൂട്ടത്തിലേക്ക് മടങ്ങിയത് കാരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്നല്ല, തബൂക്കിൽ നിന്ന് നാട്ടിൽ മദീനയിൽ മടങ്ങി എത്തിയാൽ അവരിലെ ഒരു സംഘം ആൾക്കാർ അങ്ങയെ സമീപിക്കും. അതാണ് അങ്ങ് അവരിലേക്ക് ചെന്നാൽ എന്ന് പറഞ്ഞത്. ഫസ്തഅ്ദനൂക, എന്നിട്ട് അവർ ഫസ്തഅ്ദനൂക ലിൽ ഖുറൂജി, അപ്പോൾ എന്നിട്ട് അവർ യുദ്ധത്തിന് പുറപ്പെടും. ഇനിയൊരു അവസരം ഉണ്ടാകുമ്പോഴാണ്, ഇനിയൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഉണ്ടാകുമെന്ന് അവർ സമ്മതം ചോദിക്കും. ഫഖുൽ ലൻ തഖ്റുജു മഅി അബദ, അപ്പോൾ താങ്കൾ പറയേണ്ടത് ഞങ്ങളുടെ കൂടെ നിങ്ങൾ വരേണ്ടതില്ല. വലൻ തുഖാത്തിലു മഅി അദുവ, എൻ്റെ കൂടെ ശത്രുക്കളോട് നിങ്ങൾ പൊരുതേണ്ടതുമില്ല. ഇന്നക്കും റദീതു ബിൽ ഖുഊദ്, നിങ്ങൾ ഇരിക്കുന്നതിനെ, നിഷ്ക്രിയരായിരിക്കുന്നതിനെ ഇഷ്ടപ്പെട്ടവരാണ്. അവല മറ, ആദ്യം ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ പിന്മാറിയവരാണ്. ഫഖുദു മഅൽ ഖാലിഫീൻ, അതുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന, വിട്ടു നിന്നിട്ടുള്ള, അഥവാ രോഗികളും സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമായവരോടൊപ്പം നിങ്ങൾക്ക് അതിനെ പറ്റുള്ളൂ, നിങ്ങൾ അതിനിരുന്നു കൊള്ളുക, അങ്ങനെ ഇരുന്നു കൊള്ളുക. അവരെ അവഗണിച്ചു എന്നർത്ഥം. മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെടാനുള്ള അർഹത അവർക്കില്ല എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാപട്യം, പ്രകടനപരത, റിയാ, രണ്ടിൽ നിന്നും നമ്മൾ രക്ഷിക്കുമാറാവട്ടെ. നാഥ, റിയായിൽ നിന്നും നിഫാഖിൽ നിന്നും, അതുപോലെ കിബറിൽ നിന്നും ഹസദിൽ നിന്നും, അതുപോലെ തന്നെ കുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ മുക്തരാക്കുമാറാകണേ. രക്ഷിതാവേ, അറിയാതെ സംഭവിച്ചിട്ടുള്ള അത്തരത്തിലുള്ള തിന്മകൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പ് നൽകണം. ഞങ്ങളെ നിൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ ആദർശങ്ങളിൽ ഉറപ്പിച്ചു നിർത്തണം. എന്നും ജീവിതാന്ത്യം വരെ അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.